ഏറെ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആയുധങ്ങളുടെ കാര്യത്തിലായാലും സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിലായാലും ഇസ്രായേൽ എന്തൊക്കെ സൂക്ഷിച്ചിരിക്കുന്നുവെന്നത് ഉറ്റ ചങ്ങാതിയായ അമേരിക്കയ്ക്ക് പോലും അജ്ഞാതമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ നീക്കങ്ങളാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പോലും മടിയില്ലാത്ത രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന്റെ പിറവിക്ക് പിന്നിലെ ചരിത്രം തന്നെ എടുത്താലും മറ്റു മാർഗങ്ങളില്ലാതെ വന്നാൽ സ്വയം നശിക്കുന്നതിനൊപ്പം ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കാനും അവർ തുനിഞ്ഞേക്കും. ലോകം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ്: ഇസ്രായേൽ ആണവായുധം പ്രയോഗിക്കുമോ? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമോ എന്നൊക്കെ. എന്നാൽ ഇസ്രായേലിന്റെ നീക്കം എന്തെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അത്രത്തോളം ദുരൂഹമാണ് ഇസ്രായേലിന്റെ ആണവരംഗത്തെ പ്രവർത്തനങ്ങൾ. തങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നവരാണ് യഹൂദ രാഷ്ട്രമായ ഇസ്രായേൽ. 2 സഹസ്രാബ്ദം നീണ്ടുനിന്ന പലായന പുനരധിവാസ ചരിത്രത്തിൽ ഒരിടത്തും അവർ തങ്ങളുടെ ഭാഷയും സംസ്കാരവും മതവും കൈവിട്ട് കളഞ്ഞിട്ടില്ല. സ്വന്തം രാജ്യവും സംസ്കാരവും സുരക്ഷിതമായി നിലനിർത്താൻ ഏത് മാർഗവും സ്വീകരിക്കാൻ അവർക്ക് മടിയില്ല. 21-ാം നൂറ്റാണ്ടിലും ജൂതരാഷ്ട്രത്തിന്റെ രഹസ്യ സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കര, വ്യോമ, നാവിക യുദ്ധങ്ങളിൽ സർവാധിപത്യം സ്ഥാപിക്കാനുള്ള ആയുധങ്ങളും ലോകം മുഴുവൻ കഴുകനെ പോലെ നിരീക്ഷിക്കുന്ന മൊസാദ് എന്ന അതിശക്തമായ ചാരസംഘടനയും ഉണ്ടെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഇസ്രായേലിന്റെ പ്രഹരശേഷി ലോകം അറിഞ്ഞിട്ടില്ല. തങ്ങളുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളെപ്പറ്റി ഇസ്രായേൽ സദാ നിശബ്ദരാണ്. ഐക്യരാഷ്ട്ര സംഘടന പോലുള്ള അന്താരാഷ്ട്ര കൂട്ടായ്മകളുടെ ചോദ്യത്തിന് മുന്നിൽ തങ്ങളുടെ ന്യൂക്ലിയർ കപ്പാസിറ്റിയെപ്പറ്റി ഇസ്രായേൽ മൗനം പാലിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ അതേപ്പറ്റിയുള്ള വിവരങ്ങൾ ടെൽ അവീവിലെ ഫയലുകളിൽ വിശ്രമിക്കുന്നു. എങ്കിലും ഇസ്രായേലിന്റെ നേതാക്കന്മാരിൽ ചിലർ ആണവ യുദ്ധത്തിൽ ഇസ്രായേൽ ഒരിക്കലും പിറകിലല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1974-ൽ ഇസ്രായേൽ പ്രസിഡന്റായ എഫ്രൈം കട്സറാണ് ഇസ്രായേലിന്റെ ആണവ പര്യാപ്തത പൊതുജന സമക്ഷം ആദ്യമായി അംഗീകരിച്ചത്. ഇസ്രായേൽ ആണവ പര്യാപ്തത നേടിയിട്ടില്ലെന്ന് സ്ഥിരബുദ്ധിയുള്ള യാതൊരു രാഷ്ട്ര നേതാക്കളും ചിന്തിക്കില്ല. തന്നെയുമല്ല, അമേരിക്ക പോലുള്ള വൻ ശക്തികൾ ഇസ്രായേലിന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. അവയുടെ എണ്ണമോ പ്രഹരശേഷിയോ അവർക്കറിയില്ലെന്ന് മാത്രം. US പ്രസിഡന്റായ ജിമ്മി കാർട്ടർ ഇസ്രായേലിന്റെ പക്കൽ വിനാശകാരികളായ 150-ലധികം ആണവായുധങ്ങളുണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സത്യത്തിൽ ജോൺ എഫ് കെന്നഡി മുതൽ ഇങ്ങോട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരും ലോക നേതാക്കളും നിശബ്ദമായി ഇസ്രായേലിനെ ഒരു ആണവ ശക്തിയായി വളരാൻ അനുവദിക്കുകയാണ് ചെയ്തത്. 60കളുടെ തുടക്കത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം ഉണ്ടായിരുന്നത് US, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ് മുതലായ ചുരുക്കം ചില രാജ്യങ്ങൾക്കായിരുന്നു. ഈ രാജ്യങ്ങളിൽ ഫ്രാൻസിന് 2-ാം ലോക മഹായുദ്ധത്തിന് മുൻപ് തന്നെ ആണവ പദ്ധതികൾ ഉണ്ടായിരുന്നു. 1949-ൽ വിഖ്യാത ഫ്രഞ്ച് ശാസ്ത്രജ്ഞനും ആറ്റോമിക് എനർജി കമ്മീഷൻ അംഗവുമായ ഫ്രാൻസിസ് പെറിന്റെ ഇസ്രായേൽ സന്ദർശനത്തോടെ ഫ്രഞ്ച് ഇസ്രായേൽ സംയുക്ത ആണവ പരീക്ഷണങ്ങൾക്ക് വഴിതെളിഞ്ഞു. ഉത്തര ആഫ്രിക്കയിലെ നിരവധി ഫ്രഞ്ച് കോളനികളിൽ നടന്നിരുന്ന വിമത പ്രവർത്തനങ്ങളെപ്പറ്റി ഫ്രാൻസിന് വിവരം നൽകിയിരുന്നത് മൊസാദ് ആയിരുന്നു. തന്നെയുമല്ല, യുറേനിയം സമ്പുഷ്ടീകരണത്തിലും അതിനുപയോഗിക്കുന്ന ഹെവി വാട്ടറിന്റെ ഉൽപാദനത്തിലും ഇസ്രായേലിനുണ്ടായിരുന്ന പേറ്റന്റും ഫ്രാൻസിന് വളരെ ഗുണം ചെയ്യുന്നതായിരുന്നു. സമാധാനപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇസ്രായേൽ 24 മെഗാവാട്ട് ശേഷിയുള്ള ആണവ റിയാക്ടർ പണികഴിപ്പിക്കുന്നു എന്ന വിവരം പ്രധാനമന്ത്രി ഡേവിഡ് ബെൻഗുരിയോൺ ലോകത്തോട് പറഞ്ഞു. ഔദ്യോഗികമായി പിന്നീട് 24 മെഗാവാട്ട് ശക്തിയിലേക്ക് ഉയർന്ന ഉൽപാദനക്ഷമത കാലക്രമേണ 80കളിൽ 150 മെഗാവാട്ട് വരെയായി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മോഷെ ദയാൻ റിയാക്ടറുകളുടെ സഹായത്തോടെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. 1994-ൽ 1 ടൺ ന്യൂക്ലിയർ പേലോഡ് വഹിച്ച് 5000 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യം തകർക്കാൻ ശേഷിയുള്ള ജെറീക്കോ 2 മിസൈൽ ഇസ്രായേൽ വിജയകരമായി പരീക്ഷിച്ചു. 1986-ൽ ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതിയെക്കുറിച്ച് അവരുടെ തന്നെ ന്യൂക്ലിയർ ടെക്നീഷ്യനായ മൊർദേക്കായി വനുനു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. തന്റെ ജോലിയിൽ മനമെടുത്ത് അതെല്ലാം വിട്ട് ലോകസഞ്ചാരത്തിനിറങ്ങിയ വനുനു മെല്ലെ ഒരു സാമൂഹ്യ പ്രവർത്തകനായി മാറിയിരുന്നു. ബ്രിട്ടനിൽ താമസിക്കവെയാണ് 100 ആണവായുധങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ടെന്ന വിവരമടക്കം തന്റെ പല പൂർവ്വകാല സ്മരണകളും അദ്ദേഹം പത്രക്കാരോട് വെളിപ്പെടുത്തിയത്. ഈ തുറന്നു പറച്ചിലിൽ ഡിമോണോൺ റിസർച്ച് ഫാക്ടറിയിലെ ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല വിവരങ്ങളും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പത്രങ്ങൾ ഇസ്രായേലിന്റെ ആണവ പരീക്ഷണങ്ങളുടെ കഥ ചൂടോടെ പ്രസിദ്ധീകരിച്ചു. വലിയൊരു അപകടകാരിയെ ഇസ്രായേൽ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ അവസാന ആയുധമെന്ന് വിശേഷിപ്പിക്കുന്ന സാംസൺ ഓപ്ഷൻ. സാംസൺ ഓപ്ഷൻ അങ്ങേയറ്റം വിനാശകരമായ ഒന്നാണ്. ഇസ്രായേൽ ജനത എന്ന് തങ്ങളുടെ സമ്പൂർണ്ണ പരാജയം ഉറപ്പാക്കുന്നുവോ അന്ന് ശത്രുക്കൾക്ക് മേൽ സെക്കൻഡ് സ്ട്രൈക്ക് നടത്താനുള്ള സംവിധാനമാണ് സാംസൺ ഓപ്ഷൻ.
ഒരു രാജ്യം അണുബോംബിനാൽ നശിക്കപ്പെട്ടാൽ ആക്രമണം മുൻകൂട്ടി കണ്ട് അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി ആണവായുധം രഹസ്യമായി സജ്ജമാക്കി വെക്കുന്നതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാംസൺ ഓപ്ഷൻ ഇതിനേക്കാളും മാരകമാണ്. ഇസ്രയേലിൽ പല അതീവ രഹസ്യ കേന്ദ്രങ്ങളിലും എല്ലാ ശത്രു രാജ്യങ്ങളും ലക്ഷ്യമാക്കി ന്യൂക്ക് എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശത്തു നിന്നും ഈ ഭീകരന്മാരെ വിക്ഷേപിക്കാൻ സാധിക്കും. ജൂതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനുള്ള അവസാന വഴി പോലും അടഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യപ്പെടും. അങ്ങേയറ്റം വിനാശകരമായ അന്ത്യമാകും അതോടെ ശത്രു രാജ്യങ്ങൾക്ക് സംഭവിക്കുക. ഇസ്രയേൽ ഈ സർവനാശത്തിന്റെ പദ്ധതിക്ക് സാംസൺ ഓപ്ഷൻ എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ ഒരിക്കലും പുറത്തുവിടാത്ത ഇസ്രയേൽ ഇക്കാര്യം ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഡേവിഡ് ബെൻഗുരിയോൺ, ഷിമോൺ പെരസ്, ലെവി എഷ്കോൾ തുടങ്ങി ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ച പ്രമുഖരെല്ലാം പരോക്ഷമായി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്.